ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ ഏജ് ടുവിലേക്ക് സ്വാഗതം. എരുമകൊല്ലി എന്ന പേരിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ ഗ്രാമം കോട്ടയം ജില്ലയുടെ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്കുള്ള പ്രധാന പാതയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല തീർത്ഥാടകരുടെ ഒരു പ്രധാന ഇടത്താവളം കൂടിയാണിത്. എരുമേലി എന്ന നാമം ഈ പ്രദേശത്തിന് ചാർത്തിക്കിട്ടിയത് എരുമകൊല്ലി എന്ന പേരിൽ നിന്നാണ്. പുരാണമനുസരിച്ച് ഭഗവാൻ അയ്യപ്പൻ പുലിപ്പാൽ തേടിയുള്ള യാത്രയിൽ കാനന മധ്യത്തിൽ വെച്ച് മഹിഷിയെ വധിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹിഷി എന്ന വാക്കിന് മലയാളത്തിൽ എരുമ എന്ന പദമാണ് വരുന്നത്. മഹിഷിയുടെ രക്തം വീണ രുതിരക്കുളം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. എരുമകൊല്ലി കാലങ്ങളായുള്ള പ്രയോഗത്തിലൂടെ എരുമേലി ആയിത്തീർന്നു. അയ്യപ്പൻ പ്രധാനമായും തെക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന ഹൈന്ദവ ആരാധനാമൂർത്തിയാണ്. ശിവന്റെയും വിഷ്ണുവിൻ്റെയും അവതാരമായ മോഹിനിയുടെ പുത്രനായിട്ടാണ് അയ്യപ്പൻ ജനിച്ചത് എന്നാണ് ഐതിഹ്യം. അതിനാൽ അയ്യപ്പൻ ഹരിഹരസുതൻ എന്ന പേരിലും അറിയപ്പെടുന്നു. വാവരുടെയും അയ്യപ്പൻ്റെയും കൂട്ടുകെട്ടിനെ കുറിച്ച് അനേകം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. അദ്ദേഹം അറേബ്യയിൽ നിന്ന് കുടിയേറിയ ഒരു മുസ്ലിം ദിവ്യനായിരുന്നുവെന്ന് കുറച്ചുപേർ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ കേരള തീരത്ത് കൊള്ളയടിക്കാനെത്തിയ കടൽ കൊള്ളക്കാരുടെ നേതാവായിരുന്നു എന്നുമാണ് വിശ്വാസം. ഭഗവാൻ അയ്യപ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ വാവർ പരാജയപ്പെട്ടു. ഈ ചെറുപ്പക്കാരൻ്റെ വിശ്വശൂരതയിൽ ആകൃഷ്ടനായ അയ്യപ്പൻ അദ്ദേഹത്തെ തന്നോടൊപ്പം കൂട്ടുകയും വിട്ടുപിരിയാത്ത കൂട്ടുകാരായി തീരുകയും ചെയ്തു. പർവ്വതങ്ങൾ നിറഞ്ഞ ദുർഘട പ്രദേശത്ത് പിന്നീടുണ്ടായ യുദ്ധങ്ങളിൽ വാവർ അയ്യപ്പനെ സഹായിച്ചിരുന്നു. കാലങ്ങൾ പോകവെ കടുത്ത സ്വാമിയെപ്പോലെ വാവരും അയ്യപ്പൻ്റെ കടുത്ത ആരാധകനായി തീരുകയും വാവർ സ്വാമി എന്നറിയപ്പെടുകയും ചെയ്തു. ശബരിമലയിലെ വാവരുടെ ആരാധനാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വാൾ വാവരിലെ മഹായോദ്ധാവിനെ വെളിവാക്കുന്നതാണ്. വാവർ സ്വാമിക്കായി ഒരു പള്ളി എരുമേലിയിൽ പടുത്തുയർത്തുവാൻ അയ്യപ്പൻ പന്തള ദേശത്തെ രാജാവിനോട് നിർദ്ദേശിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കരിമലയുടെ കവാടമായിട്ടാണ് എരുമേലി കണക്കാക്കപ്പെടുന്നത്. അയ്യപ്പ ഭക്തരുടെ ഒരു പ്രധാന ആരാധന കേന്ദ്രമാണ് എരുമേലി. ശബരിമലയിലേക്ക് നേരിട്ട് എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന രണ്ട് പ്രധാന പാതകൾ എരുമേലി വഴിയാണ് കടന്നു പോകുന്നത്. ഇതിലൊന്ന് ശബരിമലയിലേക്കുള്ള കാൽനട പാതയാണ്. ഇത് എരുമേലിയിൽ നിന്ന് കാളകെട്ടി, അഴുത, ഇഞ്ചിപ്പാറ, കരിമല വഴി 45 കിലോമീറ്റർ ദൂരം താണ്ടി ശബരിമലയിലെത്തുന്നു. രണ്ടാമത്തേത് വാഹന ഗതാഗത യോഗ്യമായതാണ്. ഇത് എരുമേലിയിൽ നിന്ന് മുക്കൂട്ടുതറ, മുട്ടപ്പള്ളി, പാണപ്പിലാവ്, കണമല വഴി 46 കിലോമീറ്റർ ദൂരമുള്ള ടാർ ചെയ്ത വഴിയാണ്. ഈ എരുമേലി പഞ്ചായത്തിലെ ഒരു പ്രധാന ആഘോഷമാണ് നിലനിൽക്കുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചായത്ത്. ഇത് മതപരമായ ഒരു ആഘോഷമാണ്. പത്തനംതിട്ട അയ്യപ്പ ഭഗവാൻ മഹിഷിയെ വധിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ആഘോഷം. മലയാള മാസം വൃശ്ചികത്തിലും ധനുവിലുമാണ് പേട്ടതുള്ളൽ നടക്കാറുള്ളത്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വൃശ്ചിക ധനു മാസങ്ങളിൽ നാദസ്വരങ്ങളുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ വ്രതമെടുക്കുന്ന അയ്യപ്പ ഭക്തന്മാർ നടത്തുന്ന തുള്ളലാണ് പേട്ടതുള്ളൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയ്യപ്പ ഭക്തന്മാർ തങ്ങളുടെ ശരീരത്തിലാകമാനം ഭസ്മവും വിവിധ നിറങ്ങളിലുള്ള സിന്ദൂരവും അണിഞ്ഞ് തലയിൽ ബലൂൺ, കയ്യിൽ മരം കൊണ്ടുള്ള കത്തി, ഗദ എന്നിവയേന്തിയും കൈകളിൽ തൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന മരത്തിൻ്റെ ചവറുകളും 2 കന്നി അയ്യപ്പന്മാർ തോളിലേന്തിയ 8 അടി നീളമുള്ള വേട്ടക്കമ്പിൽ മഹിഷിയുടെ ജഡത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം കെട്ടിത്തൂക്കിയ കറുത്ത കമ്പിളി പുതപ്പിനുള്ളിൽ പച്ചക്കറികളും മറ്റും നിറച്ച് തൂക്കിയിട്ടാണ് തുള്ളൽ നടക്കുന്നത്. കന്നി അയ്യപ്പന്മാർ കൂടുതലുണ്ടെങ്കിൽ ഈ വിധം വേട്ടക്കമ്പുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു. അവർ ഈ സമയം അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന ശരണമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. അതോടൊപ്പം ശരക്കോൽ എന്നറിയപ്പെടുന്ന അമ്പിനെ അനുസ്മരിപ്പിക്കുന്ന ചെറു കോലുകളും മേന്തിയിട്ടുണ്ടാകും. ഈ ശരക്കോൾ അവസാനം സന്നിധാനത്തിന് സമീപമുള്ള ശരംകുത്തിയിലാണ് നിക്ഷേപിക്കേണ്ടത്.
കന്നി അയ്യപ്പന്മാർ എരുമേലി വഴി മാത്രമേ ശബരിമലയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. ഏതെങ്കിലും കാലത്ത് കന്നി അയ്യപ്പന്മാർ ഇല്ലാതെ വരികയും കല്ലിടാംകുന്നിൽ കല്ലുകൾ ഇടാതെ വരികയും ചെയ്താൽ മഹിഷി എഴുന്നേൽക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് ടൗണിനു മധ്യത്തിലുള്ള ചെറിയ അമ്പലത്തിൽ നിന്നാണ്. ഇത് തുടങ്ങുന്നതിനു മുമ്പായി വെറ്റിലപ്പാക്കിന്റെ അകമ്പടിയോടെ ഒരു നാണയം ഇരുമുടിക്കെട്ടിൽ നിക്ഷേപിച്ച് നമസ്കരിക്കുന്നു. ഈ ഇരുമുടിക്കെട്ടിനെ പുണ്യപാപ ചുമട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കോട്ടപ്പടിയിൽ നാളികേരം ഉരുട്ടി ചെറിയ അമ്പലത്തിൽ ദർശനം നടത്തി തുള്ളൽ ആരംഭിക്കുന്നു. ഓരോ സംഘത്തിനും പെരിയസ്വാമി എന്നറിയപ്പെടുന്ന ഒരു നായകൻ ഉണ്ടാകും. ഇദ്ദേഹത്തിന്റെ തുള്ളൽ ആരംഭിക്കുന്നതിന് മുമ്പ് അനുയായികൾ പേട്ടപ്പണം കെട്ടേണ്ടതുണ്ട്. ചെറിയ അമ്പലത്തിൽ നിന്ന് തുള്ളൽ ആരംഭിക്കുന്നു. ഭക്തന്മാർ അവിടെ നിന്ന് വാവർ പള്ളിയിൽ പ്രവേശിച്ച് പള്ളിക്ക് വലം വയ്ക്കുന്നു. അവിടെ കാണിക്കയിടുകയും പ്രസാദം വാങ്ങി അവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരത്തുള്ള വലിയ അമ്പലത്തിലേക്ക് വാദ്യമേളങ്ങളോടെ പ്രവേശിക്കുന്നു. ഇവർ കയ്യിലുള്ള ഇലയും കമ്പുകളും മറ്റു വസ്തുക്കൾ ഇവിടെ ഉപേക്ഷിക്കുകയും കുളിച്ച് ശുദ്ധിയായി വീണ്ടും ക്ഷേത്രവും വാവരുസ്വാമിയുടെ പള്ളിയും സന്ദർശിച്ച് കാൽനടയായോ വാഹനമാർഗമോ ശബരിമലയിലേക്ക് തിരിക്കുന്നു. കാൽനടക്കാർ പേരൂർ തോട് വഴി നിബിഡ വനത്തിലൂടെയാണ് പോകുന്ന വഴി അഴുതാ നദിയിൽ കുളിക്കുകയും അവിടെ നിന്ന് മുങ്ങിയെടുക്കുന്ന കല്ല് യാത്രാമധ്യേ കല്ലിടാംകുന്നിലിട്ട് വണങ്ങുന്നു. ഇവിടെ നിന്ന് കരിമല, നീലിമല എന്നിവ താണ്ടി ശബരിപീഠത്തിലെത്തി ശരംകുത്തിയിൽ ശരം അർപ്പിച്ച് 18ാം പടി കയറി ഹരിഹരസുതനെ സന്ദർശിക്കുന്നു. പുതിയ പാതകൾ പണി പൂർത്തിയായതോടെ ഭൂരിപക്ഷം ആളുകളും വാഹനത്തിലാണ് എത്തുന്നത്. ഈ കാലത്തു തന്നെ വാവർ പള്ളി കേന്ദ്രീകരിച്ച് ചന്ദനക്കുട മഹോത്സവവും നടത്താറുണ്ട്. പണ്ടുകാലങ്ങളിൽ നേർച്ചപ്പറ ചന്ദനക്കുടം എന്ന പേരിൽ ഒരു ആഘോഷം നടത്താറുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ അത് അന്യം നിന്ന് പോവുകയും പാറ തന്നെ കയ്യേറ്റവും മറ്റുമായി അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ കാലത്ത് ചന്ദനക്കുടത്തോടനുബന്ധിച്ച് വലിയ പാറയുടെ മുകളിലായി കലാപരിപാടികളും വെടിക്കെട്ടും നടത്തിയിരുന്നു. ശാസ്താവിന് പ്രധാനമായും 8 ഭാവങ്ങൾ പറയുന്നു. ഇവയെ അഷ്ടശാസ്താക്കന്മാർ എന്ന് പറയുന്നു. ആദിമഹാശാസ്താവ്, ധർമ്മശാസ്താവ്, ജ്ഞാനശാസ്താവ്, കല്യാണവരദ ശാസ്താവ്, സമ്മോഹന ശാസ്താവ്, സന്താനപ്രാപ്തി ശാസ്താവ്, വേദശാസ്താവ്, വീരശാസ്താവ് എന്നിങ്ങനെ 8 ഭാവങ്ങളിൽ ശാസ്താക്കന്മാരുണ്ട്. ആദിമഹാശാസ്താവ് ചോളന്മാരാണ് ആദിശാസ്താവിനെ ആരാധിച്ചിരുന്നതായി രേഖയുള്ളത്. ഇടുപ്പിനും ഇടതുകാലിനും മുകളിൽ ഒരു യോഗപട്ട ധരിച്ച് 2 ഭാര്യമാരായ പൂർണ്ണയും പുഷ്കലയും ഒപ്പം ഇരിക്കുന്നതായാണ് സങ്കല്പം. ധർമ്മശാസ്താവ് കേരളത്തിൽ പൊതുവെ നാം കാണുന്നതും വളരെ പ്രചാരത്തിലുള്ളതുമായ ആരാധനാമൂർത്തിയാണിത്. കൂടുതലും ബ്രഹ്മചാരിയായി ആരാധിക്കുന്നുണ്ടെങ്കിലും ധർമ്മശാസ്താവ് എന്ന സങ്കല്പത്തോടെ 2 ഭാര്യമാരായ പൂർണ്ണയ്ക്കും പുഷ്പകലയ്ക്കും ഒപ്പം ആരാധിക്കുന്നു. ജ്ഞാനശാസ്താവ് ജ്ഞാനത്തിന്റെ അധിപനായി രൂപപ്പെടുന്ന ശാസ്താവ് ശിവന്റെ ദക്ഷിണാമൂർത്തി എന്ന സങ്കല്പത്തോട് വളരെ സാദൃശ്യമുണ്ട്. ബ്രഹ്മദേവനും സരസ്വതി ദേവിയും ഭഗവാനിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഭഗവാന്റെ സരസ്വതിയെപ്പോലെ കയ്യിൽ വീണയും പാദങ്ങളിൽ അരുകിൽ വേദങ്ങളും വെച്ച് യോഗാസനത്തിലിരിക്കുന്നു. കല്യാണവരദ ശാസ്താവ് 2 ഭാര്യമാരോടൊപ്പം ആനപ്പുറത്തിരിക്കുന്ന ഭഗവാൻ സ്വയംവര കർത്താവായി സങ്കല്പിച്ചിരിക്കുന്നു. സമ്മോഹന ശാസ്താവ് ശാസ്താവിന്റെ ഈ രൂപം ചന്ദ്രന്റെയും ഇന്ദ്രന്റെയും സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്നു. ഇന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇന്ദ്രൻ ശാസ്താവിന് ഐരാവതം നൽകിയതായി പുരാണം. ഭഗവാന് ചുറ്റുമുള്ള പ്രഭാവലയം ചന്ദ്രന്റേതാണ്. ഈ സ്വരൂപം ഉത്തമ ദാമ്പത്യവും സകല ഐശ്വര്യവും നൽകുന്നതിന് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. സന്താനപ്രാപ്തി ശാസ്താവ് ശാസ്താവിന്റെ ഈ രൂപം ശുക്രന്റെ പ്രതിബിംബമാണ്. അസുരഗുരു ശുക്രാചാര്യരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട രൂപമാണിത്. സദാ ദമ്പതികളെ കുട്ടികളെ അനുഗ്രഹിക്കുന്നതായി സങ്കല്പിക്കുന്ന ശാസ്താവ്. ദശരഥൻ പുത്രകാമേഷ്ടി യജ്ഞം നടത്തിയപ്പോൾ
അഗ്നിയിൽ ദേവനോടൊപ്പം സാമ്പാദം നൽകാൻ പ്രത്യക്ഷപ്പെട്ടെന്ന് രാമായണത്തിൽ പരോക്ഷമായി ഈ ഭഗവാനെ പരാമർശിക്കുന്നുണ്ട്. ഭാര്യ പ്രഭയോടും സത്യകൻ എന്ന മകനോടും കൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. വേദശാസ്താവ്. ശാസ്താവിന്റെ ഈ രൂപം വില്ലും അമ്പും കൊണ്ട് സിംഹത്തിന്റെയോ അല്ലെങ്കിൽ കടുവയുടെയോ മേൽ ഇരിക്കുന്നതായി സങ്കല്പം. കണ്ടത്തിൽ മണിയുള്ളതിനാൽ മണികണ്ഠന്റെ രൂപമാണ്. വേദശാസ്താവായ മണികണ്ഠനെ ഇരു ഭാര്യമാരായ പൂർണ്ണയ്ക്കും പുഷ്കലയ്ക്കും ഒപ്പം ആരാധിക്കുന്നു. വീരശാസ്താവ്. യോദ്ധാവിന്റെ രൂപത്തിൽ കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവ് അശ്വാരൂഢ ശാസ്താവ് എന്നറിയപ്പെടുന്നു. കുതിരാൻ ക്ഷേത്രത്തിലെ ശാസ്താവാണിത്. ഈ രൂപം തമിഴ് നാടോടി ദൈവമായ അയ്യനാറുമായി സാദൃശ്യമുണ്ട്. വൈദ്യശാസ്താവ്. ഒരു കൈയിൽ താമരപ്പൂവോ അമൃത കലശമോ പിടിച്ച് ഇരിക്കുന്ന ശാസ്താവാണ് വൈദ്യശാസ്താവ്. രോഗമുക്തിക്കായി ഈ ശാസ്താവിനെ ആരാധിക്കപ്പെടുന്നു.